പറഞ്ഞു ഇത് അതിദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനമായി ആദ്യത്തെ സംസ്ഥാനമായി മാറിയെന്ന്. ജയിക്കിനെ ഞാൻ വെല്ലുവിളിക്കുക. ജയിക്ക് കൊച്ചിയിൽ വരാമോ? കൊച്ചിയിൽ ഇവിടുത്തെ കോർപ്പറേഷൻ ഡിവിഷനുകളിൽ ഞാൻ കൊണ്ടുപോകാം. ഞങ്ങൾ കണ്ടുപിടിച്ച് തരാം അതിദാരിദ്ര്യമുള്ള വീടുകൾ. ഇവിടെ ഒരു ഡിവിഷൻ കൗൺസിലറുടെ ആ കോർപ്പറേഷനിൽ ഞാൻ അത് എടുത്ത് ഏതാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നില്ല, അവിടെ 5 വീടുകൾ ഞങ്ങൾ കണ്ടെത്തി അതിദാരിദ്ര്യമുള്ളത്. ദാരിദ്ര്യം എന്താണ് അതിദാരിദ്ര്യം എന്നതിനെ കുറിച്ച് അറിയാത്ത ചിലരെങ്കിലും ഇതുപോലെ നമുക്കിടയിലുണ്ട്. അതായത് അടിസ്ഥാന സൗകര്യമായ ഭക്ഷണം, ശുദ്ധജലം, പാർപ്പിടം, ചികിത്സ, ഒരു നിശ്ചിത വരുമാനം എന്നിവയുടെ ഇല്ലായ്മയാണ് എക്സ്ട്രീം പോവർട്ടി. വ്യക്തമായി പറഞ്ഞാൽ അടിസ്ഥാന ജീവൻ പോലും നിലനിർത്താൻ കഴിവില്ലാതായി പോകുന്നവര്. ഒരു സമൂഹത്തിലെ ഉയർന്ന ശിശുമരണ നിരക്ക്, രോഗങ്ങൾ, വിദ്യാഭ്യാസത്തിന്റെ അഭാവം, അവസര നഷ്ടങ്ങൾ ഇതെല്ലാം എക്സ്ട്രീം പോവർട്ടിക്ക് ഉദാഹരണമാണ്. ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ പതിറ്റാണ്ടുകളായി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പെൻഷനുകൾ, റേഷൻ, സപ്ലൈകോ, തൊഴിലുറപ്പ് പദ്ധതി എന്നിവയിലൂടെ, അതുപോലെ ഇൻഷുറൻസ് പദ്ധതികളിലൂടെ ഭീമമായ ചികിത്സാ ചെലവ് നിയന്ത്രിക്കുന്നു. UN മാനദണ്ഡ പ്രകാരമാണ് എക്സ്ട്രീം പോവർട്ടിയെ നമ്മൾ വിലയിരുത്തുന്നത്. അതായത് UN മാനദണ്ഡം അനുസരിച്ച് 2017 പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ച് ഒരു കുടുംബത്തിൽ ഓരോരുത്തരും 190 രൂപ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രീം പോവർട്ടി അല്ല. ആ കുടുംബം എക്സ്ട്രീം പോവർട്ടിയിലല്ല എന്ന് മനസ്സിലാക്കാം. ഇത് 2025 ആയപ്പോഴത്തേക്കും 266 രൂപയായിട്ട് UN കൂട്ടിയിരിക്കുന്നു. അപ്പൊ ഒരു കുടുംബത്തിൽ 3 പേരായിക്കോട്ടെ, 266 × 3 798. കേരളത്തിൽ 3 പേരുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ജോലിക്ക് പോയാൽ 800 രൂപയാണ് മിനിമം കൂലി. ഇപ്പൊ നിലവിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ UN ഈ മാനദണ്ഡം അനുസരിച്ചുള്ള കണക്കെടുപ്പ് കേരള ഗവൺമെന്റ് 2017 ആസ്പദമാക്കിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചിലർ പറയുന്നു. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്താണ്? എന്ത് വന്നാലും നമ്മൾ ഉത്തർപ്രദേശിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. UP ഇതിനെ കണക്കാക്കുന്നത് 2011-12 കണക്ക് വെച്ചാണ്. അടുത്തതായി നമ്മൾ നോക്കേണ്ടത് ഈ 2 സംസ്ഥാനത്തിലെ മിനിമം വേജസ് ആണ്. UPയിലെ മിനിമം വേജസ് എത്രയാണെന്ന് അറിഞ്ഞാൽ ആരും കയ്യബദ്ധം ഒന്നും കാണിക്കരുത്. പെർ ഡേ 200 രൂപയാണ്. മന്ത്ലി മാക്സിമം വരുന്നത് 4000, 5000, 6000, 7000 വരെ. അതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ അടിസ്ഥാനം. ആദ്യം പറഞ്ഞ പോലെ അടിസ്ഥാന ജീവൻ പോലും സംരക്ഷിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു ജനതയല്ല നമ്മളിവിടെ വാർത്തെടുത്തോണ്ടിരിക്കുന്നത്. ഗൾഫോ യൂറോപ്പോ മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കേണ്ടി വന്നാൽ പോലും അതിന് പ്രാപ്തമാക്കിയെടുക്കുന്നു. പിന്നെ ജാതി, മതവും, ദൈവവും, വർഗീയതയൊക്കെ വെച്ച് കഞ്ഞു കുടിച്ച് ജീവിക്കുന്നവർ അങ്ങനെ ജീവിച്ചോളുക. പക്ഷെ ശക്തമായ അടിത്തറ പാകിയ ഒരു ജനത ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അവര് കേരളത്തെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങൾ മതഭ്രാന്തന്മാരെ നെഞ്ചാങ്കൂടി ഇടിച്ച് തകർത്തിട്ടാണെങ്കിൽ പോലും.